അനന്തരാവകാശികളാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങൾക്ക് ഖിസാസ് വേണ്ട എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അഫ്വു ചെയ്യാം. വിശുദ്ധ ഖുർആൻ അത് വളരെ വളരെ അസന്നിഗ്ധമായ അക്കാര്യം പറയുന്നുണ്ട്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫുൻ മിർ റബ്ബിക്കും വറഹ്മ. കൊല ചെയ്തവൻ കൊല്ലപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ അനന്തരാവകാശികൾ വിട്ടുകൊടുത്താൽ നിർവാധികം വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. അങ്ങനെ വിട്ടുകൊടുത്താൽ അത് അവന് രക്ഷയാണ്. അല്ല, അതിന് പകരം എന്തെങ്കിലും പ്രതിഫലം വാങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വിട്ടുകൊടുക്കാം. അതിന് ദിയത്ത് എന്നാണ് പറയുക. ഇതിനെ ബ്ലഡ് മണി എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നത് ഇംഗ്ലീഷുകാരൻ്റെ ശൈലിയാണ്. രക്തം പുരണ്ട നോട്ടുകെട്ടുകളുടെ ചിത്രം കാണിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്നതിന് അർത്ഥം പറയുന്നത് നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ബ്ലഡ് മണി അല്ല, ഇത് ചോര മായ്ച്ചു കളയുന്ന മണിയാണ്. കൊല്ലപ്പെടേണ്ട മനുഷ്യൻ കൊല്ലപ്പെടേണ്ടതിനു പകരം അനന്തരാവകാശികൾക്ക് കിട്ടുന്ന ഒരു മിനിമം നീതിയാണ് അതിന് പകരമായൊരു വില ചോദിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകമായ സുഫാത്തുകളൊത്ത 100 ഒട്ടകത്തെയാണ് ദിയത്ത് ചോദിക്കാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞത്. അതിലെത്രയും കുറക്കാം, വേണ്ടെന്നും പറയാം, ഏത് സംഖ്യയും അവർക്ക് പറയാം. അത് ഇസ്ലാം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഔദാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇവിടെ കൊലക്കുറ്റം വിധിക്കപ്പെട്ട ഒരാൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൊല ചെയ്തവന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അവർ കൊലയിൽ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മുടെ നാട്ടില് അത് പ്രസിഡന്റിൻ്റെ അടുത്ത് ദയാഹർജി കൊടുത്താൽ പ്രസിഡന്റിന് തീരുമാനിക്കാം. 100 ആളെ കൊന്നൊരു മനുഷ്യനെയും കോർട്ട് കൊലക്കുറ്റം വിധിക്കുന്നു, വധശിക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, സുപ്രീം കോർട്ടും വിധിക്കുന്നു. അതിനുശേഷവും വീണ്ടും പ്രസിഡന്റിൻ്റെ അടുത്ത് ദയാഹർജി കൊടുക്കാം. അദ്ദേഹം വേണ്ട എന്ന് വെച്ചാൽ അവരെ കൊല്ലാതിരിക്കാം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ അധികാരികൾക്ക് വിട്ടുകൊടുക്കാനുള്ള അധികാരം കൊടുക്കുമ്പോൾ അവര് അതിൽ സ്വന്തക്കാരെ വിട്ടയക്കുകയും അല്ലാത്തവരെ രക്ഷിക്കുകയും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. ഇസ്ലാം ഇവിടെ അധികാരം കൊടുത്തിരിക്കുന്നത് അനന്തരാവകാശികൾക്കാണ്. നാം പലപ്പോഴും കുറ്റകൃത്യങ്ങളുടെ വിധി പുറത്തു വരുമ്പോൾ അനന്തരാവകാശികൾ പറയുന്നത് കേൾക്കാറില്ലേ? കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ല, അല്പം നീതിയാണ് കിട്ടിയത്, നീതി വൈകിപ്പോയി എന്നൊക്കെ പലതും പറയാറുണ്ടെങ്കിൽ ഇവിടെ അവരാണ് തീരുമാനിക്കുന്നത്. അനന്തരാവകാശികൾക്ക് തീരുമാനിക്കാം ഈ കുറ്റകൃത്യം ചെയ്ത ആളെ ശിക്ഷിക്കണമോ അല്ല വിട്ടുകൊടുക്കണമോ എന്നത്. എന്തൊരു സുന്ദരമായ ആശയമാണ് ഇവിടെ ഇസ്ലാം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്.